എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഗ്രാമലോഗ്സ് എന്നുള്ള സെക്ഷനിലെ രണ്ടാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടത് എ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഗ്രാമലോഗ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഗ്രാമലോഗ്സ് ആണ്. അപ്പോൾ ഗ്രാമലോഗ്സ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സിനെയാണ് ഗ്രാമലോഗ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസിലെ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചില വേർഡ്സ് അതിനെയൊക്കെ ഷോർട്ട് ഹാൻഡിൽ ചെറിയൊരു സിമ്പിൾ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്രാമലോഗിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് സ്പീഡ് റൈറ്റിങ്ങിലാണ്. അതായത് സ്പീഡ് റൈറ്റിങ്ങിൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സിന് ഒരു സ്മോൾ ക്യാരക്ടർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇതുകൂടാതെ ഷോർട്ട് ഹാൻഡിൻ്റെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതായത് എങ്ങനെ ആദ്യം മുതലുള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അതുപോലെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ അതുപോലെ ഡിസ്ക്രിപ്ഷനിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ആദ്യത്തെ ഗ്രാമലോഗാണ് ബാലൻസ്. ബാലൻസ് അതെങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ബിയും എൽ ഹുക്കും ബിൾ പിന്നെ NS സർക്കിളും എബോവ് ദ ലൈൻ. അതായത് എൽ ഹുക്ക് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ് വരിക. അപ്പം ബീൻ്റെ കൂടെ എൽ ഹുക്ക് സ്മോൾ ഹുക്കാണ്, ഇനീഷ്യൽ ഹുക്കാണ്. അതുപോലെ NS സർക്കിളും എബോവ് ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ആണ്. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇത് S സർക്കിളാണ് വരിക. S സർക്കിൾ മാത്രമേ വരുള്ളൂ. എൻ ഹുക്ക് ഈ ഡയറക്ഷനിലാണ് വരിക. അപ്പോൾ ആ ഡയറക്ഷനിൽ ഒരു സ്മോൾ സർക്കിൾ ഇട്ട് കഴിഞ്ഞാൽ NS സർക്കിളാണ് വരിക. അപ്പം ബാലൻസിന് എഴുതുന്നത് ബിള്ളും NS സർക്കിളും എബോവ് ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ഗ്രാമലോഗാണ് കിട്ടുന്നത്. അടുത്ത ഗ്രാമലോഗ് ബി എന്നുള്ള ഗ്രാമലോഗാണ്. അതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ സിമ്പിളാണ്. ബി എന്നുള്ള സ്ട്രോക്ക് ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബി എന്നുള്ള ഗ്രാമലോഗാണ് കിട്ടുന്നത്. ബി എന്നുള്ള സ്ട്രോക്ക് ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബി എന്നുള്ള ഗ്രാമലോഗാണ് കിട്ടുന്നത്. അടുത്ത ഗ്രാമലോഗാണ് ബിക്കോസ്. ബിക്കോസ് ബിക്കോസ് എഴുതുന്നത് എങ്ങനെയാണ്? കെ എന്നുള്ള സ്ട്രോക്കും S സർക്കിളും എബോവ് ദ ലൈൻ. കെ എന്നുള്ള സ്ട്രോക്കും S സർക്കിളും എബോവ് ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബിക്കോസ് എന്നുള്ള ഗ്രാമലോഗാണ് കിട്ടുന്നത്. അടുത്ത ഗ്രാമലോഗാണ് ബീൻ. ബീൻ ബീൻ എങ്ങനെയാണ് എഴുതുന്നത്? ബി എന്നുള്ള സ്ട്രോക്കും എൻ ഹുക്കും. എൻ ഹുക്ക് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ്. അത് ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബീൻ എന്നുള്ള ഗ്രാമലോഗാണ് വരുന്നത്. അപ്പോൾ ബി എന്നുള്ള സ്ട്രോക്കും എൻ ഹുക്കും ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബീൻ എന്നുള്ള ഗ്രാമലോഗാണ്. അടുത്ത ഗ്രാമലോഗാണ് ബിഹാഫ്. ബിഹാഫ് അതെങ്ങനെ എഴുതുക? ബി എന്നുള്ള സ്ട്രോക്കും F അല്ലെങ്കിൽ V ഹുക്ക് എബോവ് ദ ലൈൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഹാഫാണ്. ഇതല്ല, ഇത് തെറ്റാണ്. ഇത് എൻ ഹുക്കാണ്. ബിയും F or V ഹുക്ക് ഈ ഡയറക്ഷനിലാണ് വരിക. അത് ശ്രദ്ധിക്കുക. അടുത്ത ഗ്രാമലോഗാണ് ബിലീവ്. ബിലീവ്, ബിലീവ്, ബിലീവ്ഡ്. അതെന്താണെന്ന് വെച്ചാൽ ഈ ഒറ്റ ഒരു ഗ്രാമലോഗിലൂടെ നമുക്ക് 3 വേർഡ്സാണ് കിട്ടുന്നത്. ബിലീവ്, ബിലീവ്, ബിലീവ്ഡ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ആ സെൻറ്റൻസിൽ വരുന്ന വേർഡ്സ് ഏതാണോ അതനുസരിച്ചിട്ടാണ് വേർഡ്സ് സെലക്ട് ചെയ്യേണ്ടത്. അതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ ബിയും എൽ ഹുക്കും ഇട്ട് കഴിഞ്ഞാൽ ബിൾ എന്നുള്ളതാണ്. ബിൾ ഓൺ ദ ലൈൻ എഴുതി ത്രൂ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ 3 വേർഡ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ബിലീഫ്, ബിലീവ്, ബിലീവ്ഡ്. അതായത് ബിള്ള് ത്രൂ ദ ലൈൻ. അടുത്ത ഗ്രാമലോഗാണ് ബെയോണ്ട്. ഇതാണ് ബെയോണ്ട്. അതെങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സ്മോൾ സർക്കിളിൻ്റെ ഹാഫ് പോർഷന് എബോവ് ദ ലൈൻ ഇങ്ങനെയുള്ള കട്ടിംഗ് ആണ്. സർക്കിളിന് നമുക്ക് ഇങ്ങനെ 4ആയിട്ട്, അതായത് ഒരു സർക്കിളിന് 4ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഈ ഒരു പോർഷനാണ് ബയോണ്ട് എന്നുള്ള ആ ഒരു ഇത് വരുന്നത്. അതായത് ഈ പോർഷൻ എബോവ് ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ ബയോണ്ട് എന്നുള്ള ഗ്രാമലോഗിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ഗ്രാമലോഗാണ് ബിൽഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്. ബിൽഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്. ഈ ഒറ്റൊരു ഗ്രാമലോഗിലൂടെ 2 വേർഡ്സാണ് കിട്ടുന്നത്. ബിൽഡ് അല്ലെങ്കിൽ ബിൽഡിംഗ്. അത് ആ ഒരു സെൻറ്റൻസിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് വേർഡ്സ് ഉപയോഗിക്കാൻ കഴിയും. അതായത് ബിൾ എന്നുള്ളതിൻ്റെ ചെറിയൊരു പോർഷൻ ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബിൽഡ് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള വാക്കിനാണ്, 2 വാക്കിനാണ്.
അത് ഒന്നില്ലെങ്കിൽ നമുക്ക് ബിൽഡ് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് എന്നുള്ള ആ ഒരു ഗ്രാമലോഗിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്ത ഗ്രാമലോഗാണ് ബട്ട്. ഇതാണ് ബട്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ടി എന്നുള്ള സ്ട്രോക്കിൻ്റെ ചെറിയൊരു പോർഷൻ ഓൺ ദ ലൈൻ, ടി എന്നുള്ള ആ ഒരു സ്ട്രോക്കിൻ്റെ ചെറിയൊരു പോർഷൻ ഓൺ ദ ലൈൻ എഴുതി കഴിഞ്ഞാൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ബട്ട് എന്നുള്ള ഗ്രാമലോഗാണ്. നിങ്ങൾക്ക് ഈ ഗ്രാമലോഗ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എ വെച്ചിട്ടുള്ള ഗ്രാമലോഗ്സ് ആയിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പോൾ അതിൽ ഒന്ന് ഞാനിവിടെ എഴുതാം. അപ്പോൾ അത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാം. ഡിയും വി ഹുക്കും എബോവ് ദ ലൈൻ. ഡിയും വി ഹുക്കും എബോവ് ദ ലൈൻ എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എനിക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.